കണ്ണൂർ പഴയങ്ങാടിയിൽ തെങ്ങ് തലയിൽ വീണ് മരിച്ച 10 വയസ്സുകാരൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. വേങ്ങര സ്വദേശി മുഹമ്മദ് നിസാലാണ് മരിച്ചത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തെങ്ങ് പിഴുതു മാറ്റുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, വളരെ ദുഃഖകരമായ കാര്യമാണല്ലോ ഉണ്ടായത്, പറയും. SKN ഇന്നലെ ഒരു 10 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അങ്ങേയറ്റം ദാരുണമായ അപകടമാണ്. ഞാൻ നിൽക്കുന്നത് ഈ അപകടം ഉണ്ടായ സ്ഥലത്താണ്. ഇവിടെ JCB ഉപയോഗിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഈ തെങ്ങ് പിഴുതു മാറ്റുകയായിരുന്നു. അപ്പോൾ ഇവിടെ കുറേയധികം ആളുകൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡിൻ്റെ ഭാഗത്ത് നിൽപ്പുണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് 10 വയസ്സുകാരൻ നിസാലും ഉണ്ടായിരുന്നത്. ഈ ഭാഗത്ത് നിൽക്കുകയായിരുന്നു. അതിനിടെ ഇത് മറുഭാഗത്തേക്കാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മറിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ദിശ തെറ്റി ഈ ഭാഗത്തേക്ക് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. നിസാൽ SMA ബാധിതനാണ്. അതുകൊണ്ട് കാലിന് കുറച്ച് പ്രയാസമുണ്ട് ഓടുന്നതിനും മറ്റും. കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളും ആളുകളുമെല്ലാം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അതായത് ഈ തെങ്ങ് നേരെ പതിച്ചത് ഈ കുട്ടികളൊക്കെ നിന്നിരുന്ന ഈ ഭാഗത്താണ്. SMA ബാധിതനായതുകൊണ്ട് തന്നെ ആ കുരുന്നിന് ഓടി രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല. നേരെ തലയിലേക്കാണ് പതിച്ചത്. അതിന് പിന്നാലെ നാട്ടുകാരൊക്കെ എത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാര ഖബറടക്കം ഇന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഇത് പഴയങ്ങാടി വെങ്ങര കക്കാടപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്നലെയാണ് ഈ ദാരുണമായ ഈ അപകടം ഉണ്ടായത്. മറ്റൊന്ന്, ഈ നിസാലിൻ്റെ 2 സഹോദരങ്ങളും SMA ബാധിതരാണ്. അതിൻ്റെ ഒരു ഞെട്ടൽ നിന്ന് നാട് യഥാർത്ഥത്തിൽ മുക്തമായിട്ടില്ല. കാരണം ഇങ്ങനൊരു അപകടം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവിടെ ഈ സ്ഥലം ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഈ പ്രവൃത്തി ഇവിടെ നിശ്ചയിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും മറുഭാഗത്തേക്ക് തെങ്ങ് മറിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്നിരുന്നവർ അങ്ങനെ ഒരു അപകടം പ്രതീക്ഷിച്ചില്ല. അതിനിടെയാണ് അബദ്ധത്തിൽ ദിശ തെറ്റി ഈ ഭാഗത്തേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായതാണ് ഈ അപകടത്തിലേക്ക് പോയത്. അങ്ങേയറ്റം ഞെട്ടലിലാണ് ഈ നാടും ഒക്കെയും. കാരണം ഇങ്ങനെ ഒരു SMA ബാധിതനാണ്. അതിൻ്റെ ചികിത്സയും മറ്റും തുടരുന്നുണ്ട്. 2 സഹോദരങ്ങളുണ്ട്. അവർക്കും സമാനമായ രീതിയിൽ ഇതേ അസുഖബാധ ഉള്ളവരാണ്. ഇവിടെ നാട്ടുകാരും മറ്റുമൊക്കെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കണം. അതുകൊണ്ട് ബന്ധുക്കളൊക്കെ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരിക. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം കക്കാടപ്പുറം മസ്ജിദിൽ ഖബർസ്ഥാനിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം ദാരുണമായ, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു അപകടമാണ് ഉണ്ടായത്. സജോ ദേവസ്യാണ്. എന്തായാലും സങ്കടകരമായ കാര്യമായി.